മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 29/9/1958 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അശ്വതിയാണ് നക്ഷത്രം. അശ്വതി 1-ാം പാദം. മേടലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ. ഗുളികൻ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. 2-ൽ കുജൻ. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു. 7-ൽ വ്യാഴം. 8-ൽ ശനി. 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്, നിലവിൽ ഇദ്ദേഹത്തിന് 2 ദിവസം മുൻപ് ഒരു അത്യാവശ്യം വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. അത് എന്തുകൊണ്ടാണ്, അത് ഏത് തലം വരെ ശ്രദ്ധിക്കണമെന്നറിയാൻ വേണ്ടിയായിരുന്നു. വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. പൊതുവേ ഏത് ദശയാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാര പീരീഡ് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിലവിൽ ഇദ്ദേഹത്തിന് നടക്കുന്നത് ഗുരുദശയാണ്, അതായത് വ്യാഴദശ. വ്യാഴം 7-ൽ നിൽക്കുന്നു, ലഗ്നാൽ 7-ൽ നിൽക്കുന്നു. നിന്നുകൊണ്ട് തൻ്റെ 7-ാം ഇടമായിട്ടുള്ള ലഗ്നത്തിലേക്ക് തൻ്റെ 7-ാം ദൃഷ്ടി കൊടുക്കുകയും ചെയ്യുന്നു. നല്ലത്. പക്ഷേ വ്യാഴം നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. ശുക്രന് പ്രത്യേകിച്ചു വൈരാഗ്യമോ ശത്രുതയോ ഒന്നും വ്യാഴത്തോട് ഇല്ല. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ശത്രുവാണ് ശുക്രനും ബുധനും. അപ്പോൾ വ്യാഴം നിൽക്കുന്ന രാശിയുടെ അധിപൻ ആയിട്ടുള്ള ഗ്രഹം. അതിൽ തന്നെ ശുക്രൻ നീചനായിട്ട് നിൽക്കുന്നു. ആർക്കൊപ്പം? രാഹുവിനോടൊപ്പം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. സ്വാപഹാരം പൊതുവേ ശുക്രനായിക്കോട്ടെ, പേഴ്സണലി എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രദശയൊക്കെ വന്ന സമയത്തല്ല സ്വാപഹാരം അല്പം ടഫായിരുന്നു. സ്വാപഹാരം ടഫാണ് പൊതുവെ. അതല്ല എങ്കിൽ കർക്കടക ലഗ്നം വരികയും ലഗ്നത്തിൽ തന്നെ വ്യാഴമൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സ്വാപഹാരങ്ങൾ കാണാറുണ്ട്. റെയറാണ്. ആ വ്യക്തിക്ക് വ്യാഴദശയും കൂടെ ആണ് എങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ ഈ ചാനലിൽ തന്നെ അതിലും വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിൻ്റെ ബേസിക്കലി ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജനെ, 2-ൽ നിൽക്കുന്ന കുജനെ ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ 7-ാമത്തെ ദൃഷ്ടി കുജന് വരുന്നു. അതേപോലെ തന്നെ 6-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും കുജന് വരുന്നു. മാത്രവുമല്ല, ഇത് ഗുളിക ഭവനാധിപനായ കുജനാണ്. വീഴ്ചകൾ, ചതവുകൾ, ഒടിവുകൾ, മുറിവുകളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ തന്നെയാണ് ഈ വ്യക്തിയുടെ ലഗ്നം തന്നെ ഇരിക്കുന്നത്. ഇദ്ദേഹം ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെ ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നാട്ടിലേക്ക് പൂനെയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ലഗ്നാധിപൻ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയിലും ശനിയുടെ ദൃഷ്ടിയിലും രാഹുവിൻ്റെ ദൃഷ്ടിയിലും പ്രത്യേകിച്ചത് ശക്തനായ കുജനാവുകയും ലഗ്നത്തിൽ ഗുളികൻ വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ഗുളിക ഭവനാധിപനായിട്ടുള്ള കുജൻ. ശ്രദ്ധിക്കണം, അത്തരം വ്യക്തികൾ പൊതുവേ ഈ ലഗ്നത്തിലൊക്കെ ഗുളികൻ, പ്രത്യേകിച്ചും മാതാവിൻ്റെയും മനസ്സിൻ്റെയും ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രനോടൊത്ത് ലഗ്നത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദേഹസുഖം പോലെ ഉള്ള കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം വലിയ ആക്സിഡൻറ്റുകൾ ഇദ്ദേഹത്തിന് നടന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ തന്നെ 2 ദിവസം മുമ്പ് നടന്നത് അല്പം ഹെവിയാണ് എന്നും അറിയാൻ കഴിഞ്ഞു. വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി, പ്രത്യേകിച്ച് ചന്ദ്രൻ നിൽക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പോസിബിലിറ്റി, സാധ്യത അവിടെ ഉണ്ടാവും. പക്ഷേ 8-ലെ ശനിയും അവിടേക്ക് വരുന്ന ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ലഗ്നാധിപത്യം വഹിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലാത്ത കുജൻ്റെ 7-ാം ദൃഷ്ടി അഷ്ടമത്തിലേക്ക് വരുന്നു. വളരെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇദ്ദേഹത്തിന് വരുന്ന സ്വാപഹാരത്തിന് ശേഷം വരുന്ന ശനിയുടെ അപഹാരവും, വ്യാഴനിൽ ശനി എന്ന് പറയുന്നതും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആയുർ സ്ഥാനത്ത് ശനി നിൽക്കുന്നു. വൃശ്ചികത്തിലെ ശനിയെ പൊതുവെ കരുതണം. അത് വ്യാഴദൃഷ്ടി കൂടെ ഇല്ല എങ്കിൽ ഒന്നുകൂടെ കരുതണം. അവിടേക്ക് ലഗ്നാധിപത്യം വഹിക്കുന്ന കുജൻ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. കുജൻ ശനി ശത്രുക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കുജൻ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ശനിയുടെയും ദൃഷ്ടി ഏറ്റുവാങ്ങുന്നുമുണ്ട്, ലഗ്നാധിപത്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റോൾ ഉണ്ട് ഒരുപാട് കുജന് ഈ ഗ്രഹനിലയെ സംബന്ധിച്ച്. അതേപോലെ തന്നെയാണ് അതിന് വേണ്ടുന്ന ഇദ്ദേഹത്തിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ചെയ്യാൻ വൈമനസ്യമുള്ള ആളാണെന്ന് ഒന്ന് വിളിച്ച ആൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഞാനതൊന്നും ചെയ്യില്ല എന്നൊരു വാശി. എന്നാൽ ദൈവ സംബന്ധമായിട്ടുള്ള ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുകയും എന്നാൽ ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് മാത്രം ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു പെക്യൂലിയർ നേച്ചർ. എന്തുകൊണ്ടാണത്? ലഗ്നാൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ, ഒരാളെയും അനുസരിക്കാത്ത സൂര്യൻ 6-ൽ നിൽക്കുന്നു ബുധനോടൊത്ത്, അതായത് ശത്രു സ്ഥാനത്ത്. നീചനായ ശുക്രനോടൊത്ത്, അതേപോലെ തന്നെ രാഹുവിനോടൊത്ത്. രാഹു നവാംശത്തിലും അംശിച്ചിരിക്കുന്നത് ഇതേ കന്നിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ആളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. ദൈവം വിചാരിച്ചാലും നടക്കില്ല എന്ന് ആ വ്യക്തി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം എന്നെ വിളിച്ച ആളാണായിട്ട് പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു മാറ്റവുമില്ല. മക്കളോടായിട്ടുള്ള ബന്ധം നല്ലതല്ല. ഒരാളുമായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത്
കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ ഇത്തരക്കാർക്ക് സാധിക്കാറില്ല. ഈ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. മാത്രവുമല്ല, സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ, ഏതൊരാളെ സംബന്ധിച്ചും. അപ്പോൾ സൂര്യൻ 6-ൽ നിൽക്കുന്നു. 5-ൻ്റെ ആധിപത്യം വഹിക്കുന്ന സൂര്യൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ, സന്താന സ്ഥാനത്തിൻ്റെ, അത് രണ്ടും പ്രശ്നമാണ്. അവിടേക്ക് നേരത്തെ പറഞ്ഞ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ, രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ, ശനിയുടെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി. ഇപ്പോൾ സൂര്യൻ കുജൻ ബന്ധം വന്നു. അവിടേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പം മനസ്സ് പരിപൂർണമായിട്ടും ടൈപ്പ് ഓഫ് മൈൻഡ്സ് എന്നൊക്കെ പറയില്ല, പെക്യൂലിയർ നേച്ചർ, വളരെ ചെറിയ കാര്യങ്ങളിൽ തർക്ക സ്വഭാവം കാണിക്കുന്ന, ഈഗോയിസ്റ്റിക് ആവുന്ന, ഞാൻ പറയുന്നത് മാത്രമാണ് ഈ ലോകത്തെ ശരി, അതിന് മുകളിലൊരു ശരി ആരും പറയേണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല എന്ന് പറയുന്ന ചില ആളുകളില്ലേ. യുക്തിസഹമായിട്ട് ഇത്തരം ഗ്രഹനിലകൾ വന്നാൽ തന്നെയും പറയുന്ന കാര്യത്തിൽ ലോജിക്ക് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ജ്യോതിഷ സംബന്ധമായിട്ടൊരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സൗകര്യമില്ല എന്നൊരു നയം അദ്ദേഹം സ്വീകരിക്കും. ആ ചിന്തിപ്പിക്കുന്നതിന്, ആ സൗകര്യമില്ല എന്ന് പറയുന്ന പോയിന്റിനെ ചിന്തിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള അവസ്ഥയാണ് ഈ പറയുന്ന സൂര്യൻ, ശുക്രൻ, രാഹു, അതേപോലെ തന്നെ കുജൻ, ശനി കണക്ഷൻ. ചന്ദ്രനാണെങ്കിൽ ഗുളികനോടൊത്തു. ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ്. ശനി കുജൻ്റെ ക്ഷേത്രത്തിൽ, കുജൻ്റെ തന്നെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആർമി പോലുള്ള വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിനുശേഷം അത് പിന്നീട് അവിടുന്ന് മാറി നാട്ടിലേക്ക് വന്നു, പൂനെയിൽ വന്നു. ഇപ്പോൾ അദ്ദേഹം ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബിസിനസ്സൊക്കെ സക്സസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു നേച്ചർ ആകുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 വീലറിൽ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോയേ പറ്റൂ, പോയിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ട് കുറയും, സ്വാഭാവികമാണ്. എന്നിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രാധാന്യം, അച്ഛനാണ് എന്ന് പറയുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ. അത് വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഭാഗ്യവുമാണ്. ഒരു സംരക്ഷണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ കിട്ടും. ലഗ്നത്തിൽ വ്യാഴം നിന്നാലോ ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്താലോ ഒക്കെ അത് കിട്ടാറുണ്ട്. പക്ഷേ വ്യാഴം അത്യാവശ്യമെങ്കിലും നന്നായി നിൽക്കണം. ഇതിപ്പോൾ ശത്രു ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്ന രാശിയുടെ അധിപൻ നീചനാണ്, രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്, സൂര്യനോടൊത്താണ് നിൽക്കുന്നത് എന്നെല്ലാം ശരി തന്നെ. പക്ഷേ ലഗ്നത്തിലേക്ക് കൊടുക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി പവർഫുൾ തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് 2 ദിവസം മുമ്പ് നടന്ന ആക്സിഡൻറ്റിൽ നിന്നും അത്ഭുതകരമായിട്ട് ഇദ്ദേഹത്തിന് രക്ഷ കിട്ടി. എന്നാലും ഇത്തരം സമയങ്ങളിൽ ഒരു മുൻകരുതലെടുത്ത്, ഒരു ശ്രദ്ധ കൊടുത്ത്, സ്വാപഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് പോകാതിരിക്കുക. അത് രാഹു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുജനൊക്കെ ആണെന്ന്, ശനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. രാത്രി യാത്രകൾ പോലും പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടുന്ന പാറ്റേണിൽ വരുന്ന സ്വാപഹാരങ്ങളുണ്ട്. കാര്യം നിൽക്കുന്ന രാഹു അതല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ കുജൻ അത്തരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണത് എടുത്ത് പറയുന്നതും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു പാറ്റേണിൽ വരുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില. അതിൽ തന്നെ നിലവിൽ ഇപ്പോൾ സ്വാപഹാരം നടക്കുന്നു 2028 ജനുവരി 25 വരെ. അതിനുശേഷം വരുന്ന ശനിയുടെ അപഹാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും ലഗ്നാധിപനിലേക്കോ ശനി നിൽക്കുന്ന ഇടത്തേക്കോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല. ഇത്തരം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ലഗ്നാധിപൻ വന്നു കഴിഞ്ഞാൽ 100% വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നാധിപനിലേക്ക് തന്നെ വരണം. ഉപരി ലഗ്നത്തിലേക്ക് വന്നാലും നല്ലത്. പക്ഷേ ലഗ്നത്തിലേക്ക് വരികയും ലഗ്നാധിപൻ തീർത്തും സംരക്ഷണമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് വിളിച്ചയാൾ തന്നെ പറഞ്ഞു, ഇതിന് മുൻപുള്ള ജീവിതത്തിൽ 58 എന്ന് പറയുമ്പോൾ പ്രായം ഊഹിക്കാം, ധാരാളം വീഴ്ചകളും ചതവുകളും ഒക്കെ സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്, അപകടങ്ങളായിട്ട് തന്നെ. അപ്പോൾ ഈ ഗ്രഹത്തിൽ അങ്ങനെയുള്ള പാറ്റേണിൽ വരുന്നതാണ്. രോഗസ്ഥാനം 6 പ്രശ്നമാണ്. അഷ്ടമസ്ഥാനം ശനി, കുജൻ്റെ ദൃഷ്ടി പ്രശ്നമാണ്. ഇത്തരം കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ കണിശമായിട്ടും എടുത്ത് പോയില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘാതം കൂടുകയും ചെയ്യാം. അശ്വതിയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ കേതു ദശ 64 വരെ കേതുവായിരുന്നു. അതിനുശേഷം ശുക്രൻ 84 വരെ. അതിനുശേഷം സൂര്യൻ 90 വരെ 6 കൊല്ലം. അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2000 വരെ. അതിനുശേഷം കുജൻ 2007 വരെ. ശേഷം രാഹു 18 കൊല്ലം 2025 വരെ. അതിനുശേഷമാണ് വ്യാഴം 2041 വരെ. അപ്പോൾ അതിൽ തന്നെ സ്വാപഹാരം ശ്രദ്ധിക്കുക. വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ കൃത്യമായി തന്നെ ചെയ്യുക, കണിശമായും ചെയ്തു പോവുക. അതേപോലെ തന്നെ നെക്സ്റ്റ് തൊട്ട് അടുത്തായിട്ട് വരുന്ന ശനിയുടെ അപഹാരവും ശ്രദ്ധ, വളരെയധികം ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക. ചിലവുകൾ ശ്രദ്ധിക്കുക. അതായത് ലഗ്നാൽ 12 കേതു, അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടി ഉപരി ഇവരെല്ലാവരും തന്നെ
സൂര്യൻ, ബുധൻ, ശുക്രൻ എല്ലാം തന്നെ ദൃഷ്ടി ചെയ്യുന്നു. അവിടേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നു. ചെലവുകൾ കൂടുതലാവാനുള്ള സാധ്യത, ഏതെങ്കിലും രീതിയിൽ പണം കൈമോശമൊക്കെ വരാനുള്ള സാധ്യത, പണം വന്നാൽ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അതിന് വേണ്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരങ്ങൾ കണിശമായിട്ടും ചെയ്യുക. പ്രത്യേകിച്ച് ലഗ്നാധിപൻ കുജനായതുകൊണ്ട് തന്നെ പരിഹാരമൊക്കെ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. വ്യാഴത്തെയും കൃത്യമായിട്ട് കൂട്ടുപിടിക്കുക. മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.